we want to conquer India and Sri Lanka for Jesus. നമുക്ക് ഇന്ത്യയും ശ്രീലങ്കയും കർത്താവിന് വേണ്ടി നേടേണ്ടത് ആവശ്യമാണ്. Continue to pray. God is going to use us mightily the days to come. Amen. ദിവസങ്ങൾ കർത്താവ് നമ്മെ ഓരോരുത്തർ ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് ഓരോരുത്തർ പ്രാർത്ഥിക്കാം. So let's turn to James chapter 1 verse 22. A reading from James chapter 1 verse 22. നമുക്ക് യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കാം. But prove yourself doers of the word, actively and continually obeying God's word, and not merely listeners who hear the word but fail to internalize in our heart, deceiving ourselves by unsound reasoning contrary to the truth. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി നിരപ്പി. The word we should continually internalize and take in our heart. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലോട്ട് നാം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ So the word should be internalized in our heart to be a doer. അത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. If we don't internalize the word in our heart, the reasoning is going to come and just mere listeners. അത് നമ്മൾ കേൾക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കേൾവിക്കാരെ മാത്രം ഇരിക്കാൻ കഴിയത്തുള്ളൂ. അതേസമയം നമ്മൾ ഹൃദയത്തിൽ ആഴമായി പതിയെങ്കിൽ മാത്രമേ അതിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. So when we listen the word, our reasoning also is in our heart. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയും അതേക്കുറിച്ചുള്ള ചിന്താശേഷിയെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. Five senses of feeling, all those five senses also we are always thinking. നമ്മളുടെ 5 പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ അതേക്കുറിച്ച് ചിന്തിക്കുന്ന തലത്തിലോട്ട് നമ്മൾ എത്തേണ്ടത് ആവശ്യമാണ്. So the truth of the word of God has to go inside in our heart. അതായത് ഈ ദൈവവചനത്തിന്റെ സത്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലോട്ട് പോകേണ്ടതുണ്ട്. Sometimes the reasoning, all the five senses come against it. ചില സമയങ്ങളിൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ചിന്താശേഷി ഇതിനെതിരായിട്ട് വരാൻ സാധ്യതയുണ്ട്. That's why you have to internalize. God, this is the word I take in my heart. I want to be a doer. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വചനങ്ങളെ ഹൃദയത്തിൽ ആഴമായിട്ട് സ്വീകരിക്കുക. എന്നിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ ഇതങ്ങയുടെ വചനമാണ്, ഞാൻ അതിനെ ആഴത്തിൽ സ്വീകരിക്കുന്നു എന്ന് ദൈവത്തോട് പറയുക. So we don't reason, we take as the truth. അതുകൊണ്ട് നമ്മൾ അത് കേൾക്കുക മാത്രമല്ല, നമ്മൾ അതിനെ സത്യമായിട്ട് സ്വീകരിക്കുക. Then we start doing. അപ്പോൾ മാത്രമേ നമ്മൾ അത് ചെയ്യാനായിട്ട് തുടങ്ങത്തുള്ളൂ. That's why when I teach, we train around 44 children and youth last meeting. 44? Yeah, around 44 children and youth we trained last meeting. കഴിഞ്ഞ മീറ്റിംഗിൽ ഞങ്ങൾ ഏകദേശം 44 യുവജനങ്ങളെയും കുട്ടികളെയും ട്രെയിൻ ചെയ്യാനൊക്കെ റെഡിയായി. The only one thing I told them, be a doer. ഞങ്ങൾ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്, നിങ്ങൾ ദൈവവചനത്തെ ചെയ്യുന്നവരാകുക. That's the be a doer, be a doer, be a doer. ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ദൈവവചനത്തെ ചെയ്യുന്നവരാകുക. Romans 1:16 he says, I'm not ashamed of the gospel as a power unto salvation. റോമർ 1:16 ഇങ്ങനെ പറയും, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല, അതെനിക്ക് ദൈവശക്തിയാകുന്നു. So we have to go and proclaim it. നമ്മൾ പോയി ആ ദൈവവചനത്തെ പ്രഘോഷിക്കേണ്ടത് ആവശ്യമാണ്. They went to different villages and they proclaim it.
അവര് വിവിധ ഗ്രാമങ്ങൾ കടന്നുപോയിട്ട് ദൈവവചനത്തെ ഘോഷിക്കാനിടയായി തീർന്നു. So I told them, be a doer, then only God is going to get glory. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവവചനത്തെ ചെയ്യുന്നവരാകണം, അപ്പോൾ മാത്രമേ ദൈവം അതിലും മഹത്വപ്പെടുകയുള്ളൂ. Then if Jesus said, if you are not ashamed of me, my Father will also won't be ashamed of us. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് ലജ്ജിക്കാതിരിക്കുമ്പോൾ പിതാവും നിങ്ങളെ കുറിച്ച് ലജ്ജിക്കാതിരിക്കും. So we are not ashamed of the gospel. നമ്മൾ സുവിശേഷത്തെ കുറിച്ച് നാം ഒട്ടും ലജ്ജയുള്ളവരല്ല. So that's why we go and be a doer. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയി ദൈവവചനത്തെ ചെയ്യുന്നവരാകാൻ ശ്രമിക്കുന്നത്. So when we go and preach gospel, lot of troubles will come, lot of difficulties will come. We have to overcome lot of things. നമ്മൾ ദൈവവചനം ഇതുപോലെ പരത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലോട്ട് കൊണ്ടു ചെല്ലുവാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ അതെല്ലാം ഓവർകം ചെയ്യേണ്ടതാണ്. That's why we have a good news. We are perpetual conquerors. അതുകൊണ്ടാണ് നമുക്കുള്ളൊരു സുവാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കീഴടക്കുന്നവരാണ്. Yeah, we are perpetual conquerors. നമ്മൾ പൂർണ്ണമായും ജയിക്കുന്നവരാണ്. So we are continuously, we are conquering, whatever trouble come, we are conquering and conquering. It is continuous conquering. We don't stop. നമ്മൾ തുടർമാനമായിട്ട് നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, വാഴുന്നവരാണ്. അത് ശാശ്വതമായൊരു കാര്യമാണ്. Because Jesus is inside, he conquered everything. കാരണം സകലത്തെയും ജയിച്ച യേശു നമ്മുടെ ഉള്ളിലുണ്ട്. So our attitude, God, I'm a perpetual, I'm a continuous conqueror. I'm not going to stop. I'm going to conquer and conquer and conquer until my mission is over. കാരണം നമ്മൾ ദൈവത്തോട് പറയേണ്ട ആവശ്യമാണ്, കർത്താവേ, അവിടുന്ന് ജയിച്ചത് കൊണ്ട് ഞാനും തുറമാനമായി ഞാൻ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും. ഞാൻ ശാശ്വതമായിട്ടും ഒരു ജയാളി മാത്രമാണ് എന്ന് നമ്മൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. Because the overcomer Jesus is inside of you. കാരണം സകലത്തെ അതിജീവിച്ച യേശു നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. So let's read some verse. Romans chapter 8 verse 37. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം വായിക്കാം. Yet in all these things we are more than conquerors through him who loved us. Amen. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. So Jesus loved us. Everybody knows Jesus loved us. Since Jesus loved us, we are in all things we are more conquerors. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ചു. യേശു നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് സകലത്തിലും നമ്മൾ ജയം പ്രാപിക്കുന്നവരാണ്. So in the next word also, Romans 8:38, for I am persuaded that neither death nor life, no angels, no principalities, no powers, no things present, no things to come, nothing cannot stop us. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നമ്മെ എതിർക്കാൻ കഴിയുകയില്ലെന്ന് ഉറച്ചിരിക്കുന്നു. So how many are going to decide today, God, I'm going to be a perpetual, continuous conqueror no matter what goes around our life? That decision God is going to honor today. ഇപ്പോൾ എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഞാൻ പൂർണ്ണമായും ഒരു ജയാളിയാണ്, ഞാൻ സകലത്തെയും ജയിക്കാൻ വിളിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ സകലത്തിന്മേലും ജയം കൈവരിക്കാൻ പോവുകയാണ്. എത്ര ഈ പകൽക്കാലം വിശ്വസിക്കുന്നു? So every morning we declare, God, you loved me, so I'm going to be a perpetual, continuous conqueror forever and ever and ever until I finish my mission. എത്ര പേര് വിശ്വസിക്കും? ദൈവം എന്നെ ഏൽപ്പിച്ച ആ ഒരു ദൈവിക പദ്ധതിയെ നിറവേറ്റുവാൻ തക്കവണ്ണം ഞാൻ തുടർമാനമായിട്ട് ഒരു മാറ്റവുമില്ലാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ജയിക്കാനുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ ജയം കൈവരിക്കാൻ പോവുകയാണെന്ന് എത്ര പേര് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്?
we have to internalize that word. I'm fully persuaded nothing can stop me. No life, no death, no angels, no principalities, powers, things to come, things in present, nothing ever going to stop us, because we are perpetual conquerors in Jesus' name. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഉറപ്പുള്ളവരാകണം. അതായത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്ക് അധികാരമോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ ആഴത്തിൽ ശാശ്വതമായും അല്ലെങ്കിൽ ത്രിമാനമായി ജയിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. Let Jesus heard it, let Holy Spirit heard it, let our Heavenly Father heard what is our decision. ഇന്ന് നമ്മൾ എടുത്ത ആ ഒരു തീരുമാനം യേശു കർത്താവ് കേട്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് കേട്ടിരിക്കുകയാണ്, സ്വർഗീയ പിതാവും അത് തന്നെ കേട്ടിരിക്കുകയാണ്. And also the Satan, he tremble and obey us. അതുപോലെ തന്നെ പിശാചും അത് കേട്ട് ഭയപ്പെട്ട് വിറച്ച് നമ്മെ അനുസരിക്കാൻ ഇടയായി തീരട്ടെ. We had to put them under our feet, all the principalities, all the powers, everything what come against us can be completely, totally under our feet, because we are carrying the gospel of Christ with our feet. അതുകൊണ്ട് തന്നെ പിശാചിന്റെ സകല പദ്ധതികളും അവന്റെ സകല അധികാരത്തെ നമ്മൾ നമ്മുടെ കാൽ കീഴാക്കിയവരാണ്. നമ്മൾ അതിനെ വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. So God called us for a purpose. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിക്ക് മേലെയാണ്. So we can read from John chapter 1. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കാം. I'm going to read quick. The first one: in the beginning was the Word, and Word was with God, and Word was God. He was in the beginning with God. All things were made through him. Without nothing was made. Amen. അതിന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. Jesus was also with Father and Holy Spirit when he created everything. പിതാവ് യേശു കർത്താവ് പിതാവിനോടൊപ്പമായിരുന്നു. ആ പിതാവിലൂടെ ദൈവവചനത്താൽ അവിടുന്ന് സകലത്തെയും സൃഷ്ടിപ്പാൻ ഇടയായി തീർന്നു. So Jesus created everything. യേശുവാണ് സകലവും സൃഷ്ടിച്ചത്. Well, Adam and Eve, Satan deceived and they fall short of the glory of God. എന്നാൽ ആദമും ഹവ്വയും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ then Jesus has to come in. യേശു കർത്താവ് അതിന് പകരമായിട്ട് കടന്നു വരേണ്ടതായി വന്നു. He had to redeem the mankind. മനുഷ്യകുലത്തെ മുഴുവനായിട്ട് കർത്താവ് വീണ്ടെടുക്കേണ്ടത് ആവശ്യമായി വന്നു. So in verse 4 and 5, that's a redemption we see in the scriptures. 4-5 വാക്യങ്ങളിൽ ആ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വാക്യങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. In him was life, and the life was the light of men, and the light shines in the darkness, and darkness did not comprehend it. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. So Jesus came as a Son of God through Holy Spirit, and all the redemption happened through Jesus Christ. യേശു കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ മകനായിട്ട് ഈ ഭൂമിയിലോട്ട് വന്നു. ആ കർത്താവിലൂടെ മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമായി തീർന്നു. So Jesus defeated Satan at the Calvary. അങ്ങനെ യേശു കർത്താവ് സാത്താനെയും കാൽവരിയെയും തോൽപ്പിക്കാനിടയായി. So the moment we receive Jesus as our personal Lord and Savior, നമ്മൾ യേശു കർത്താവിനെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കണം. ആ നിമിഷം തന്നെ there are 7 things happen in our life. ഏകദേശം 7ഓളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്.
we are crucified with Christ as the first one. നമ്മൾ യേശു കർത്താവുമായി ക്രൂശിൽ തറയ്ക്കപ്പെടുകയാണ് ഒന്നാമത്തെ കാര്യം. Second, we are died with our Lord Jesus Christ. നമ്മൾ കർത്താവിനോട് കൂടെ മരിച്ചടക്കപ്പെടുകയാണ് ക്രൂശിൽ. Then we are buried with Jesus Christ. നമ്മൾ കർത്താവിനോടുകൂടെ അടക്കപ്പെടുന്നു. Then we became alive with our Lord Jesus Christ. നമ്മൾ പിന്നീട് കർത്താവിനോടൊപ്പം ജീവിക്കപ്പെടുന്നു. Then God raised, we are raised with our Lord Jesus Christ. പിന്നീട് കർത്താവ് യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. Now the last thing, we are reigning with our Lord Jesus Christ. Amen. അവസാനമായിട്ട് കർത്താവ് യേശുവിനോട് കൂടെ നമ്മൾ വാഴുവാൻ തുടങ്ങുന്നു. So that's why I said we are perpetual conquerors, because right now we are reigning with our Lord Jesus Christ. Amen. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മാറ്റമില്ലാത്ത ജയാളികളാണ്. നമ്മൾ കർത്താവ് യേശുവിനോട് കൂടെ ജയിക്കുവാൻ അല്ലെങ്കിൽ വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ്. Everybody believe all those 7 things happen in our life. എല്ലാവരും വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ആ 7 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Therefore we are going to reign with him. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർത്താവിനോട് കൂടെ വാഴുന്നത്. A couple of verses. Let's read Ephesians chapter 2 verse 6. നമുക്ക് വീണ്ടും വായിക്കാം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. He raised up together with him when we believe, and seated with him in heavenly places in Christ. Amen. കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചെടുക്കപ്പെട്ടു, ക്രിസ്തുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. To reign, to rule. വാഴുവാനായിട്ട്. So every time we need to internalize our heart, God, I am in Christ, I am in Christ, I am in Christ. It is written, it is written, it is written, to reign and rule with our Lord Jesus Christ. നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആഴമായി നാം പറയേണ്ടത് വിശ്വസിക്കേണ്ടതുമാണ്. ഞാൻ കർത്താവായ യേശുവിനോട് കൂടെ മരിച്ചെടുക്കപ്പെട്ടു, പിന്നീട് ഞാൻ കർത്താവിൽ വാഴുകയാണ്. യേശു ഞാൻ വാഴുകയാണ്. കർത്താവിനോട് ഒപ്പം വാഴുവാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. How many believe that we are all in Christ? We buried, we crucified, we are in Christ now. 100% we should have that assurance, we are in Christ. Amen. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിലാണ്, എന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശുവിനോടൊപ്പം വാഴുവാനാണ്. Let's read Colossians chapter 1 verse 27. It says, Christ is in you, the hope of glory. We are carrying Christ in us. Wherever we go, we carry Jesus Christ to reign and rule. Amen. വീണ്ടും നമുക്ക് വായിക്കാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. Amen. Amen. 1 John 4:4, it says, you are of God, little children, and have overcome them, because he who is in you is greater than who is in the world. 1 യോഹന്നാൻ 4:4 ഇങ്ങനെ വായിക്കുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവർ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. So all this, Saint Paul was fully persuaded that he was a perpetual conqueror. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച ഉറച്ചൊരു കാര്യമായിരുന്നു, ഞാൻ മാറ്റമില്ലാതെ ജയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ്, ഞാൻ ജയം കൈവരിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. So our heart should also, we have to say it loud, yes, God, you also called us as a perpetual, continuous conqueror in everything, because we are reigning with our Lord Jesus Christ. അവിടെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി വിശ്വസിക്കണം, നാമും അതുപോലെ തന്നെ കർത്താവായ യേശുവിനാൽ പൂർണ്ണമായും ജയത്തോടെ വാഴുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ വിശ്വസിക്കണം. One more word I'm going to conclude. Ephesians chapter 6 verse 12. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം.
For we do not wrestle against flesh and blood, but against principalities, against the powers, against the rulers, against darkness of this age, against spiritual hosts of wickedness in heavenly places. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. So the good news is we are more than conquerors. We are perpetual conquerors. We don't fear any principality. In all these things, we are more than conquerors through whom who loved us. Amen. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നാം ഈ പറഞ്ഞ എല്ലാറ്റിന്മേലും സകലത്തിന്മേലും നാം ജയം കൈവരിച്ചവരാണ്. മാറ്റമില്ലാതെ ഹല്ലേലൂയ തുറമാനമായി ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം വാഴുവാൻ വിളിക്കപ്പെട്ടവരാണ്. God through Jesus, He redeemed us, He loved us. Now we are ready to be a perpetual conqueror in everything in Jesus' name. അത് യേശു കർത്താവിലൂടെ നാം ഓരോരുത്തരെയും കർത്താവ് വീണ്ടെടുത്തു. അങ്ങനെയെങ്കിൽ ആ കർത്താവിലൂടെ തന്നെ വീണ്ടും തുറമാനമായി ജയത്തോടെ വാഴുവാൻ തക്കവണ്ണം ജയിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. Let's bow down our head and acknowledge God. Father, we thank you. You loved us before the foundation of the world. God so loved us. Yes, since you loved us, we are perpetual conquerors in this world because Jesus Christ is in our life always, wherever we go. In Jesus' name, we thank you, Father. Amen. Amen.